എമ്പുരാൻ മൂവിയും അതിൻ്റെ ബാക്കിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ട ചർച്ചകളാവുമ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ബ്രേക്കിംഗ് ന്യൂസ് എൻ്റെ നാട് മലപ്പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്. എത്ര മലപ്പുറത്തുകാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മലപ്പുറക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി വളരെ 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 മോശമായിരിക്കും. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ചാനലുകൾ ഈ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്ത് ഞാൻ കണ്ടത്. മലപ്പുറത്ത് ലഹരി ഉപയോഗിച്ചവർക്ക് HIV ബാധ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്കും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 9 പേർക്കാണ് HIV ബാധ സംഭവിച്ചിട്ടുള്ളത്. കമൻറ്റ് ബോക്സ് കൂടിയൊക്കെ ഞാൻ പോയി നോക്കുമ്പോൾ എല്ലാ ന്യൂസ് ചാനലിൻ്റെയും കമൻറ്റ് ബോക്സിനടിയിൽ ഫോട്ടോയും വിവരങ്ങളും പുറത്ത് വിടണം, ഇല്ലെങ്കിൽ പടരാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവരുടെ ഫോട്ടോ വിവരങ്ങളും കാര്യങ്ങളും കിട്ടണം, ഇവരെ ഇങ്ങനെ എക്സ്പോസ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, HIV പേഷ്യൻസിൻ്റെ ഐഡൻറ്റിറ്റി കോൺഫിഡൻഷ്യലാണ്. ഓക്കെ, അത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനല്ലാതെ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലാതെ എത്തിക്കലി യൂസ് ചെയ്യാനല്ലാത്ത വേറെ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി പുറത്തു വിടാൻ പറ്റില്ല. ഓക്കെ, സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ബാക്കി അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ അന്വേഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ മലപ്പുറത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എസ്പെഷ്യലി വളാഞ്ചേരിക്കാർക്ക് അടക്കം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഞാൻ മലപ്പുറത്താണ്, പ്രോപ്പർ മലപ്പുറത്താണ്, വളാഞ്ചേരി എനിക്ക് തൊട്ടടുത്താണ്. അപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു മാരകമായ വിഷയം എന്നിലൂടെ ഇനിയും കുറച്ചും കൂടി ആളുകൾ കുറച്ച് അവയർനെസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് ഈ ടോപ്പിക്കിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂസിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം. HIV ബാധ കണ്ടെത്തുന്നു. ലഹരി ഉപയോഗിച്ചവർക്ക് കഴിഞ്ഞ 2 മാസത്തിനിടെ വളാഞ്ചേരിയിൽ മാത്രം 10 പേരാണ് HIV ബാധിതരായിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, HIV ബാധിതരായിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യമാണ് വളാഞ്ചേരിയിൽ ഉള്ളത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ചെറിയ സംഭവമായി കണ്ട് ഒഴിവാക്കാനും കഴിയില്ല. കാരണം ആദ്യം തന്നെ ഒരാൾക്കാണ് HIV ബാധ വളാഞ്ചേരിയിൽ കണ്ടെത്തിയത്. ശേഷം അയാളോട് ചോദിച്ചപ്പോഴാണ്, എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ബ്രൗൺ ഷുഗർ കുത്തിവെച്ചിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശേഷം ഈ ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇതിന്റെ വിതരണക്കാരൻ ഒരാൾക്ക് ബ്രൗൺ ഷുഗർ കൊടുക്കുന്നു, ശേഷം ആ സിറിഞ്ച് തിരിച്ചു കൊടുക്കുന്നു, അയാൾ അത് ലോഡ് ചെയ്യുന്നു, വീണ്ടും ലോഡ് ചെയ്യുന്നു, ശേഷം അടുത്ത ആൾക്ക് കൊടുക്കുന്നു, ശേഷം വീണ്ടും ലോഡ് ചെയ്ത് ഇങ്ങനെ കൈമാറ്റം ചെയ്യുകയാണ്. ഒരേ സിറിഞ്ച് തന്നെയാണ് ഇവരെല്ലാവരും ഉപയോഗിച്ചിരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഒരാളെ കണ്ടുപിടിക്കുന്നു, ശേഷം അയാളോട് ചോദിക്കുന്നതിൽ നിന്ന് കൂടുതൽ ആളുകളെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ 10 പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2 മാസത്തിനിടെയാണ് വളാഞ്ചേരി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഇത്രയധികം കേസുകൾ, 10 കേസുകൾ കണ്ടെത്തിയതെന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 മാസത്തിനിടയിൽ 10 കേസുകൾ, എല്ലാം കണക്റ്റഡ്. ഓക്കെ, എല്ലാം കണക്റ്റഡ്. ഇപ്പം ന്യൂസിൽ പറഞ്ഞ ഡീറ്റെയിലിംഗ് ഞാൻ വിവരിക്കുന്നില്ല, എങ്ങനെ വന്നു അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് വന്നു എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ന്യൂസിൽ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഇന്ന് രാവിലെ പേപ്പറിൽ വന്നൊരു ഇതേ ന്യൂസിൻ്റെ ഡീറ്റെയിലിംഗ് ഞാനിവിടെ നിങ്ങൾക്ക് വെച്ച് തരാം. ഓക്കെ, ഇതിനകത്ത് ലഹരി സിറിഞ്ച് 10 പേർക്ക് HIV എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 6 അതിഥി തൊഴിലാളികൾ, 4 മലയാളികൾ. ഓക്കെ, കണ്ടെത്തിയത് തവനൂർ ജില്ലയിലെ പരിശോധനയിൽ. ഫൈൻ, ഇതിൽ 6 അതിഥി തൊഴിലാളികളും 4 മലയാളികളും എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മലപ്പുറത്തുകാരോട് പറയാനുള്ളത്. എനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, ഓക്കെ, ലെറ്റ്സ് സേ ഒരു 5-6 മാസത്തിനകത്ത് എങ്ങനെ പോയാലും ചുരുങ്ങിയതൊരു 10-8 മെസ്സേജുകൾ റിസീവ് ആയിട്ടുണ്ടായിരുന്നു. അതിഥി തൊഴിലാളികൾ ആയി നമ്മളെ നാട്ടിലേക്ക് വരുന്ന ചിലർ ഇവിടെ വന്നിട്ട് ബ്രോത്തൽസ് പോലത്തെ പരിപാടികൾ തുടങ്ങി വയ്ക്കുകയാണ്. വ്യഭിചാര കേന്ദ്രങ്ങളെ പോലെ അവർ സ്ത്രീകളെ കൊണ്ടുവന്ന് ഇവിടെ റൂമിൽ വെച്ച് പൂട്ടി, ലോഡ്ജിലും ഹോട്ടലിലും പൂട്ടിയിട്ട് നമ്മളെ നാട്ടിലെ ആൾക്കാരും ബാക്കി ഇവിടെ ജോലിക്ക് വന്ന അതിഥി തൊഴിലാളികളും ഒക്കെ ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരാൾക്ക് പോലും എനിക്കൊരു ലീഡ് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹോണസ്റ്റ്ലി പറയുകയാണ്, കുറേ പേര് എന്നോട് ഇങ്ങനത്തെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് സായിബ്രോ എന്ന് പറഞ്ഞു, പക്ഷെ ഒരാൾക്ക് പോലും ലീഡ് തരാൻ പറ്റുന്നില്ല. എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത് 2-3 കുട്ടികളായിരുന്നു. അവർ മെസ്സേജ് അയക്കാനുണ്ടായ കാരണം കൂടി ഞാൻ പറഞ്ഞില്ല. ഈ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്,
കോട്ടയ്ക്കൽ ഭാഗത്ത്, ഓക്കെ, കോട്ടയ്ക്കൽ ഭാഗത്ത് ഇവരുടെ ഒരു ഫ്രണ്ട് ഇതേപോലൊരു കേന്ദ്രത്തിലേക്ക് പോയി. ഓക്കെ, അതിഥി തൊഴിലാളികൾ നടത്തുന്ന ഒരു കേന്ദ്രം. ഇപ്പോഴത്തെ അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവർ നമ്മൾ വിചാരിക്കും മലയാളം അറിയില്ല, ഒന്നും അറിയില്ല. അവർ മലപ്പുറത്ത് അതിഥി തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് മലപ്പുറത്തുള്ള ആൾക്കാരാണ്. അവർ പച്ചവെള്ളം പോലെ മലപ്പുറത്ത് മലയാളം പറയുന്നത് ഇജ്ജ് ബിജ്ജ് മിജ്ജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ആളുകൾ. ഓക്കെ, ഇപ്പം ഈ കൂട്ടുകാരെ കൂട്ടത്തിലുള്ള ഒരാൾ പോയി നല്ല രീതിയിൽ തല്ല് കിട്ടി അവിടെ ചെന്നിട്ട്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ചോദിച്ചു, ഇവൻ പൈസ കൊടുത്തു, പക്ഷേ എക്സ്ട്രാ പേയ്മെൻറ്റ് ചോദിച്ച സമയത്ത് ഇവന് കൊടുക്കാണ്ടായില്ല. അടിച്ചിട്ട് ഇവൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് കേസ്. ഈ പയ്യന്മാർ ഞാൻ പറഞ്ഞു പോലീസിൽ പോയി പറ, പോലീസ് പറയാൻ പറ്റില്ല, വീട്ടുകാരറിയില്ലേ ഈ പരിപാടിക്ക് പോയതാന്നുള്ളത് അറിയും. പിന്നെ അവരുടെ വക ഭീഷണി, ഇത് എവിടെയെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വേറെ പണി വരും. അതിനാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോകുമ്പോൾ പോയി കുടുങ്ങിയിട്ടുണ്ട്, എന്താ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു പോലീസ് കേസ് കൊടുക്കാതെ വേറെ ഒന്നും ചെയ്യാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്, ഇങ്ങനത്തെ പരിപാടി ഇത് സേഫാണോ? അല്ല, ഇല്ലീഗലാണ്, സേഫും അല്ല. ഇവർ ഈ അതിഥി തൊഴിലാളികളായിട്ട് വന്നിട്ട് ഈ ആക്ടിവിറ്റി ഇവിടെ നടത്തുന്നവർ ഒരു സേഫ്റ്റി അവർ പാലിക്കാതെയാണ് ഇങ്ങനത്തെ പരിപാടികൾ അവർ മുന്നോട്ട് പോകും. അവർക്ക് പൈസ കിട്ടിയാൽ മതി, അതിന് പോയി ചാടിക്കൊടുക്കും. നമ്മളെ കുട്ടികളടക്കം പോയി ചാടിക്കൊടുക്കുന്നതാണ് എൻ്റെ ഭീകരാവസ്ഥ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്നോട് ഇത് ഈ ലൊക്കാലിറ്റി നിന്നല്ല, ഓക്കെ, കോട്ടയ്ക്കൽ അല്ലെങ്കിൽ വളാഞ്ചേരി ഈ ലൊക്കാലിറ്റി നിന്നല്ല വന്നിട്ടുള്ളത്, ഇത് തിരൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. തിരൂരിൽ നിന്ന് ഇതേപോലെ എനിക്കൊരു മെസ്സേജ് വന്നു. ആ വ്യക്തി ഗൾഫിൽ നിന്ന് വന്ന വ്യക്തിയാണ്. ഈ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ അതിഥി തൊഴിലാളികൾ നടത്തുന്ന ഇങ്ങനത്തെ ഒരു പരിപാടി ഒരു ദിവസം രാത്രി ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു യാത്ര പോകുന്ന വഴിക്ക് ഇയാൾക്കൊരു കോൺടാക്ട് നമ്പർ കിട്ടുന്നു. ഈ വ്യക്തി കോൺടാക്ട് നമ്പർ കിട്ടിയ ഈ അതിഥി തൊഴിലാളി ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്ന് പറഞ്ഞപ്പോൾ വിളിക്കുന്നു. അയാളോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയി പെട്ടതല്ലേ ആണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ അയാൾ എന്നോട് പറയുന്നത് ഇതിൻ്റെ അവസ്ഥ പുറത്ത് പറയരുത്, ഇതിൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് പറയരുത്. ഓക്കെ, എൻ്റെതും പറയരുത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പറയരുത്. വേണമെങ്കിൽ അവരോടും നീ സംസാരിച്ചത് ഞാൻ അവരാരും ഐഡൻറ്റിറ്റി പുറത്ത് പറയാൻ റെഡിയല്ല, ഇത് എവിടെയാണ് എങ്ങനെയാണെന്ന് പറയാൻ റെഡിയല്ല. അവരൊക്കെ പറയുന്നത് നീ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോയിലൂടെ നീ പറഞ്ഞോ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ, അതിഥി തൊഴിലാളിയുള്ള ചില ആളുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അവർ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് വ്യഭിചാര കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എന്തെങ്കിലും ലോഡ്ജിലും റൂമിലുമായിട്ട് അവർ നടത്തുന്നുണ്ട്. ഇവർ പോയി പെട്ടവരാണ്. ഓക്കെ, ഈ ചങ്ങാതിക്ക് ഫ്രണ്ട്സിനൊപ്പം പോകുമ്പോൾ ഒരു ദിവസം നമ്പർ കിട്ടുന്നു. ഇയാൾ ഇതേപോലെ തിരൂർ ഭാഗത്തുള്ള ഇങ്ങനത്തെ ഒരാളെ വിളിക്കുന്നു, ഒരു അതിഥി തൊഴിലാളിയെ വിളിക്കുന്നു. ഇതേപോലെ ഏതൊരു ലോഡ്ജിൻ്റെ റൂമിലേക്ക് വരാൻ പറയുന്നു. ഇയാളെ കൂണ്ടുണ്ടായിരുന്ന 3-4 ഫ്രണ്ട്സും കൂടിയാണ് അവിടെ ചെന്നത്. അന്നത്തെ അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കൊണ്ടുപോകും, ഒന്നിലേക്ക് കാര്യം തുടങ്ങി അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ പേയ്മെൻറ്റ് ചോദിക്കും, ഭീഷണിപ്പെടുത്തും, അടിയാവും, കച്ചറയാവും, പ്രശ്നങ്ങളാവും. എന്നിട്ട് ഇതേപോലെ മാല, മൊബൈൽ അല്ലെങ്കിൽ പൈസ ഇതൊക്കെ നഷ്ടപ്പെടും. ഈ സിമിലർ കേസ് തന്നെയാണ് ഇവിടെ തിരൂരും ഉണ്ടായിട്ടുള്ളത്. ഇവർക്ക് നഷ്ടപ്പെട്ടത് പൈസ കുറച്ചധികം പോയി, കൂട്ടത്തിലുള്ള ഒരാളുടെ ഉള്ള മാലയോ മോതിരോ എന്തോ ഒരു പരിപാടി പോയി. ഇതിനെന്ത് ചെയ്യാം? പോലീസ് കേസ് കൊടുക്കാൻ അവർ റെഡി ആയിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ഈ ഒരു പെർട്ടിക്കുലർ HIV ബാധ ഉണ്ടായി എന്ന് അറിഞ്ഞ് ഈ ഒരു ന്യൂസ് ഇന്നലെ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ഇതേ വളാഞ്ചേരി, ഓക്കെ, അതിഥി തൊഴിലാളികൾ നടത്തുന്ന ഇതേപോലത്തെ വ്യഭിചാര കേന്ദ്രങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടർ ചാനലിൽ കാണാനുണ്ടായത്. അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ചതിയിൽപ്പെടുത്തി പണം തട്ടുന്ന കേസ് മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ നടത്തിയ അന്വേഷണമാണ് പെൺവാണിഭ സംഘങ്ങളിലേക്ക് എത്തിച്ചത്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറവും എടപ്പാളും വളാഞ്ചേരിയും കേന്ദ്രീകരിച്ച് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടറിന് വിവരം ലഭിച്ചു. ബംഗാൾ സ്വദേശിയായ സൊയ്ദുൽ എന്ന് പറയുന്ന യുവാവാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനെന്നും വിവരം ലഭിച്ചു. അങ്ങനെ സൊയ്ദുലിനോട് ഞങ്ങൾ സംസാരിച്ചു. लड़की का फोटो भेज दिया व्हाट्सएप में. ओके, कितना आदमी जाएगा? लड़की आपका है, सुपर लड़की. अभी लड़की एक लड़की है अभी रूम में, और एक मेरे पास, मैं कोरिकुट में, और मेरा दोस्त, और वो मेरा रूम पे. देखिए तुम कितना बजे जाएगा? अभी जाओ, प्रॉब्लम नहीं है. സൊയ്ദുലിനോട് സംസാരിച്ചതിൽ നിന്നും വളാഞ്ചേരി മൂച്ചിക്കൽ കേന്ദ്രീകരിച്ചും മറ്റൊരു സംഘം പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചു. വെലഞ്ചേരി മൂച്ചിക്കൽ റോഡല്ലേ, വെലഞ്ചേരിന്ന് കുറ്റിപ്പുറം പോകുന്ന നേരത്തെ ഒരു പെട്രോൾ പമ്പ് അല്ലേ, നിങ്ങൾ വെലഞ്ചേരിന്ന് ഇറങ്ങി വരുന്ന നേരത്തെ മൂച്ചിക്കലിലെ ഒരു അഷ്ടൈഡിലെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ആ റോഡിൽ കുറച്ച് കയറിയാൽ മതി. എത്ര ആളുണ്ട്? ഒറ്റയ്ക്കില്ല വരിക? നിങ്ങളെവിടെ വന്നോ? എന്നിട്ട് ഞാൻ ലൊക്കേഷൻ വെച്ചാൽ 15 മിനിറ്റിന് 1500 രൂപയെന്ന് യുവാവ് ഞങ്ങളോട് പറഞ്ഞു.
തെളിവിനായി തൊട്ടു പിന്നാലെ ഫോട്ടോകളും വീഡിയോ കോളും. ജൊയ്തുൽ പറഞ്ഞതനുസരിച്ച് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ കുറ്റിപ്പുറത്തെത്തി. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോയൽ സിറ്റി ടൂറിസ്റ്റ് ഹോമിൽ കക്ഷിയുണ്ടെന്ന് പറഞ്ഞു. 4 റൂമുകളിലായി മൊത്തം 4 സ്ത്രീകൾ ലോഡ്ജിലുണ്ടായിരുന്നു. ഓരോ റൂമുകളായി ജൊയ്തുൽ തുറന്നു കാണിച്ചു. അതിനു മുൻപായി തന്നെ പണം കൈപ്പറ്റി. സുരക്ഷിതത്വം ഒന്നും സ്വീകരിക്കാതെയുള്ള ഇടപെടലിലൂടെ രോഗങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ഇക്കൂട്ടരെന്ന് അവരുടെ സംസാരത്തിലൂടെ തന്നെ മനസ്സിലായി. കൂലിപ്പണിക്കായി വർഷങ്ങൾക്ക് മുൻപാണ് ജൊയ്തുൽ ഉൾപ്പെടുന്ന സംഘം കേരളത്തിലെത്തിയത്. ഇപ്പോൾ അത്യാവശ്യം മലയാളം സംസാരിക്കാൻ അറിയാം. പെൺവാണിഭത്തിലൂടെ നല്ല വരുമാനം ലഭിക്കാൻ തുടങ്ങിയതോടെ കൂലിപ്പണി അവസാനിപ്പിച്ചത് ജീവിതമാർഗമാക്കി. മലയാളികളാണ് ഏറ്റവും അധികം ഇവിടെ വരാറുള്ളതെന്ന് ആവർത്തിച്ചു പറയുന്ന സൊയ്ദുളിനോട് പിന്നീട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. ഇതാണ് റിപ്പോർട്ടർ ചാനലിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ്. ഓക്കെ, ഇവിടെ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ഞാൻ മലപ്പുറത്തെ കാര്യം പറഞ്ഞത്, എനിക്ക് കൂടുതലായിട്ട് മലപ്പുറത്തെ കാര്യങ്ങളാണ് പറയാൻ പറ്റുക. ഇവിടെ ഇങ്ങനത്തെ സംഘങ്ങൾ വളരെ ആക്റ്റീവാണ്. പ്രത്യേകിച്ച് ഈ അതിഥി തൊഴിലാളികൾ നടത്തുന്ന ഇങ്ങനത്തെ പെൺവാണിഭ സംഘങ്ങൾ, ഈ ആക്ടിവിറ്റീസ് ഈ മലപ്പുറം ടൗൺ ഏരിയാസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അതിൻ്റെ ഒരു ഒന്നും കാണാൻ പറ്റിയത് വരില്ല. പക്ഷേ ടൗൺ വിട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് മലപ്പുറത്ത്. അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഇഷ്ടം പോലെ ചെറുപ്പക്കാരും ബാക്കി ആളുകളും നമ്മുടെ നാട്ടിലെ മലയാളികൾ കുറേ പേരുണ്ട്. വളരെ അൺസേഫ് ആയിട്ടുള്ള രീതിയിലുള്ള പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ഒരു സേഫ്റ്റി പ്രിക്കോഷൻസും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അവർക്ക് കാശുണ്ടാക്കണം, ഇവർക്ക് കഴപ്പ് തീർക്കണം. എന്നിട്ട് ലാസ്റ്റ് എന്താവും, HIV പോലത്തെ മാരകമായ രോഗങ്ങൾ സൊസൈറ്റിയിലേക്ക് വളരാൻ തുടങ്ങും. ഇതിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസ് വളാഞ്ചേരിയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് കേട്ട സമയത്ത് ഇതിൽ 6 അതിഥി തൊഴിലാളികൾ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഫസ്റ്റ് പോയ കാര്യം എന്താണെന്ന് അറിയാം. ഇതേപോലുള്ള അൺസേഫ് ആയിട്ടുള്ള സെക്സിന് പോയ സമയത്ത് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്കാവും മേ ബി HIV കിട്ടിയിട്ടുണ്ടാവുക. അയാളുടെ ഒപ്പം ഇരുന്ന് ഷെയർ ചെയ്തിട്ടാവും ബാക്കിയുള്ളവർ കണക്ട് ചെയ്തിട്ട് ഈ സംഗതികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സിറിഞ്ച് ഷെയർ ചെയ്യുക. ഇപ്പോൾ എത്ര പേര് എങ്ങനെയെന്നുള്ളത് ഗവൺമെൻറ് ട്രാക്ക് ചെയ്യാൻ വളരെ പാടായിരിക്കും. കാരണം 2 മാസത്തിനിടയിൽ 10 എന്ന് പറയുന്നത് വെരി ഹൈ കൗണ്ടാണ്. ഓക്കെ, ഇനി ഇത് എവിടുന്ന് വന്നു, ആർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതിന് ആരോഗ്യവകുപ്പ് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഇതും കൂടി അന്വേഷിക്കണം. അതിഥി തൊഴിലാളികൾ അതിലാർക്കെങ്കിലും ആണ് ഇതാദ്യം സ്ഥിരീകരിച്ചത് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും അയാളെ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇതേ വളാഞ്ചേരിയിൽ നിന്നായിരുന്നു നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ട്, ഒരു പയ്യൻ വന്നിട്ട് ലഹരി ഉപയോഗം കൊണ്ട് ലൈഫ് നശിച്ചൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നൊരു പയ്യനാണ്. ഇവൻ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് ഇവൻ ഫേസ് കാണിച്ചു, ഇവൻ ധൈര്യം കാണിച്ചു, ഇവൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ, അതായത് ലഹരി കാരണം എങ്ങനെ ജീവിതം നശിച്ചതിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതും ആരൊക്കെ എങ്ങനെയൊക്കെ ഇവൻ എങ്ങനെ അതിൻ്റെ ഒരു ബിസിനസ്സിലേക്ക് എത്തി. ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയ വ്യക്തി പിന്നെ അത് കച്ചവടക്കാരനായിട്ട് മാറിയൊരവസ്ഥ വന്നു ലൈഫിൽ. ആ കച്ചവടക്കാരനായ ലൈഫിൻ്റെ അവസ്ഥയിൽ ഇവൻ കണ്ട ആളുകളും ഇവൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത ആളുകളും ആരൊക്കെ എന്നുള്ളതിൻ്റെ ഒരു വിളിച്ചു പറച്ചിലൊക്കെ ഈ ചെക്കൻ നടത്തിയിരുന്നു. ഇവൻ വളാഞ്ചേരിക്കാരനാണ്. ഇവൻ ഈ ഒരു റിപ്പോർട്ടർ ചാനലിൽ ഈ ഒരു ന്യൂസിന് പോയി ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അടുത്തൊരു ആഴ്ച അല്ലെങ്കിൽ കുറച്ചൊരു ദിവസങ്ങളെ ഗ്യാപ്പിൽ കാണുന്നത് ഇവനെ ലഹരി സംഘം അടിച്ചു കൂട്ടി ഹോസ്പിറ്റലിൽ ഇട്ടിട്ടുണ്ട്. അതും റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവൻ അന്ന് റിപ്പോർട്ടർ ചാനലിൽ ഇവൻ ആരൊക്കെയാണ് ഇവൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് സംഗതികളുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട്, നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആങ്ങളെ വന്ന്, പിന്നെ ഞാനും ഓനും ഫ്രണ്ടായി, ഓൻ്റെ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടാവില്ല, എവിടെ എനിക്ക് സ്വാഗതം, എന്നെ ഓരോരുത്തർ എൻ്റെ വീട്ടിൽ വന്നിട്ട് BMW ഫോർച്യൂണറിലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും. കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ, സ്വർണ്ണത്തിൻ്റെ വിലയുള്ള ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനമാണ്. വെറുതെ കിട്ടണം, ഇതാരും വെറുതെ കിട്ടില്ല. ഇതൊരു ലേശത്തിന് കൊടുക്കണം 1500-3000, ഇതെല്ലാവരും വെറുതെ ഇതാക്കി. അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുത്തപ്പോൾ അവരെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നടിച്ച്, പിന്നെ ആങ്ങളും പെങ്ങളും അടിക്കും, പിന്നെ ഒരു വീട്ടിൽ ഉപ്പടിക്കും, മക്കളും അടിക്കും. അത് അവർ തമ്മിൽ അറിയില്ല, ഇപ്പോൾ അറിയുന്നുണ്ടാവും. അതൊക്കെ അവർക്കറിയാം. കാരണം ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂസിങ്ങാരാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ആരൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് എനിക്ക് ഓക്കെ. അപ്പൊ ഈ പയ്യൻ ഇവൻ പറഞ്ഞ ഒരു ആളുകളുടെ പ്രൊഫൈൽ നിങ്ങൾ ചിന്തിക്കണം. സൊസൈറ്റിക്കകത്ത്
അപ്പർ ക്ലാസ് ലിവിങ് സ്റ്റാൻഡേർഡ് ഉള്ള എബോ ആവറേജ് ലിവിങ് സ്റ്റൈലുള്ള ആളുകൾക്കിടയിലാണ് ഇതിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, എസ്പെഷ്യലി മലപ്പുറത്തൊക്കെ സത്യം പറഞ്ഞ ഞെട്ടലാണ്, സീരിയസ് ആയിട്ട്. കാരണം ഒരു രീതിയിലും നമുക്കിത് തടയാൻ പറ്റാത്ത ഈ അടുത്ത കാലത്ത് നിങ്ങൾ നോക്ക്, ഞാൻ മലപ്പുറത്ത് ഇരുന്നുകൊണ്ട് മലപ്പുറക്കാരനായതുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. കോഴിക്കോട്, മലപ്പുറം, പിന്നെ അതിൻ്റെ അതിർത്തി മേഖലകൾ, വയനാട്, മലപ്പുറം, ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് എത്ര ലഹരി കേസുകൾ പിടിച്ചിട്ടുണ്ട്, എത്ര പേര് ലഹരി കച്ചവടം ചെയ്യുന്നവരെ പിടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട അവസ്ഥയാണ് നാട്ടിൽ. മലപ്പുറം എന്ന് പറഞ്ഞാൽ പ്രൗഡാവുമ്പോൾ, ഇങ്ങനത്തെ ന്യൂസുകൾ പുറത്തു വരുമ്പോൾ പ്രൗഡാവാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്ത് ചെയ്യാൻ, ഇതിനെതിരെ എന്ത് കാണിക്കും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ബിസിനസ് ആക്കി എടുത്തിട്ട് തൊലഞ്ഞു പോകുന്ന ജീവിതങ്ങളും ഇത് ബിസിനസ് ആക്കി എടുത്തിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതം തുലയ്ക്കാൻ നടക്കുന്ന കുറേ എണ്ണങ്ങൾ. ഇനി ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ എനിക്ക് വളാഞ്ചേരി അത്യാവശ്യം കുറച്ച് അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ച് പേരോടൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറയുന്നത്, അതിഥി തൊഴിലാളികൾ പ്ലസ് കൂടെ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച 4 മലയാളികൾ, ഇവർ വളാഞ്ചേരിക്കാരല്ല. ആക്ച്വലി ഇവർ പുറത്തുള്ളവരാ. വളാഞ്ചേരി വന്ന് താമസമായ 1-2 ആൾക്കാരുണ്ട്, അല്ലാത്തവർ വളാഞ്ചേരിക്കാരല്ല. കാരണം ഇതിങ്ങനെ ട്രാക്ക് ചെയ്ത് വന്നപ്പോൾ ബാക്കിയുള്ളവരുടെ പേര് ഇങ്ങനെ കണക്റ്റായി പോയപ്പോഴാണ് ഇത് വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വളാഞ്ചേരിക്കാരും ഉണ്ടാവും. കാരണം ഇതേപോലുള്ള ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ കൂടുതൽ ഒരു സാധനം ഞാൻ പറയുകയാണ്, നമ്മളെ നാട്ടിൽ നമുക്കൊരു ഇമേജും നമുക്കൊരു പേരും നമുക്കൊരു പേടിയും കാണും. നമ്മുടെ ഫാമിലിയും നമ്മളെ റിലേറ്റീവ്സ് നമ്മളെ ഫ്രണ്ട്സ്. നമ്മളെ നാട്ടിൽ എപ്പോഴും നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ട് പുറത്ത് പോയിട്ട് ഇമാതിരി പരിപാടി കാണിക്കാനായിരിക്കും അധികം എല്ലാവർക്കും എന്ത് ചെയ്യുക, അതായിരിക്കും അവരുടെ മൂഡ്. ഇപ്പോൾ വളാഞ്ചേരിയിലേക്ക് വരുന്നത് ചിലപ്പോൾ കോഴിക്കോടുന്നോ പാലക്കാടുന്നോ ആ സൈഡ് പട്ടാമ്പി, ഈ വളാഞ്ചേരി എന്ന് പറയുന്നത് സെൻറ്ററാണ്. അവിടെ എവിടെ നിന്ന് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, തൃശ്ശൂരിൽ നിന്ന് ആക്സസ് ചെയ്യാം. അപ്പോൾ അവിടുന്ന് അങ്ങനെ വരാം, തൃശ്ശൂർ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് പോരാം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പാലക്കാട് സൈഡിൽ നിന്ന് പട്ടാമ്പി വഴി അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാം. കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ കോട്ടയ്ക്ക് വഴി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാം. അപ്പോൾ വളാഞ്ചേരിക്കാരും മനസ്സിലാക്കണം, കെയർഫുൾ ആവണം. പുറത്തുനിന്ന് വരുന്നവരും വളരെ കെയർഫുൾ ആവണം. വളാഞ്ചേരി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസ്, ഓക്കെ, കുറ്റിപ്പുറം, വളാഞ്ചേരി, എടപ്പാൾ, കോട്ടയ്ക്കൽ, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ വളരെ മോശമായ രീതിയിലുള്ള ആക്ടിവിറ്റീസും ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ലഹരി അടക്കമുള്ള മാരകമായ വസ്തുക്കൾ ബിസിനസ് ആയി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. വ്യഭിചാര കേന്ദ്രങ്ങളടക്കം, പെൺവാണിഭ കേന്ദ്രങ്ങളടക്കം നടത്തുന്ന അതിഥി തൊഴിലാളികളുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ട്. ഇനി പോയി പെടാൻ നിൽക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അടി കിട്ടും, ഇല്ലെങ്കിൽ പൈസ പോകും, നിങ്ങൾക്ക് ഒരു നേരത്തുള്ള സുഖം ആ ഒരു വഴിക്ക് അങ്ങനെ അതൊക്കെ പോയി കിട്ടും. ലൈഫിക്ക് ഈ HIV എന്നുള്ള രോഗം പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ എന്തിനു വന്ന് ഒരു നേരത്തെ ആ ഒരു കഴപ്പ് തോന്നും. ഇനി അങ്ങനെ പോലും സേഫ്റ്റി സാധനമെങ്കിലും ഇതിപ്പോൾ ഒരാളെ പിടിച്ചു വയ്ക്കാനും നമുക്ക് പറയാനല്ലേ പറ്റൂ. സേഫ്റ്റി ഒരു കഴപ്പ് തീരാനാണെന്നുണ്ടെങ്കിൽ 10-20 റുപ്യ കൊടുത്തിട്ട് ഒരു ഉറങ്ങിനും മേടിച്ചിട്ട് പോകണം. ഞാൻ പോയിട്ടും കാര്യമില്ല, ഇത് അവിടുന്ന് മാത്രമൊന്നും അല്ല. കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും ഞാൻ പറയുന്നില്ല, കേൾക്കുന്നവരും കേട്ട് മനസ്സിലാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിന് കൂടുതൽ എനിക്ക് പറയാനില്ല. ബട്ട് വെരി സീരിയസ് സിറ്റുവേഷൻ. ലൈക്ക് എന്താ പറയുക, എത്ര പേർക്ക് ഇനി ഇത് ടെസ്റ്റ് ചെയ്ത് സ്ഥിരീകരിക്കും എന്നുള്ളത് അറിയില്ല. ബട്ട് എല്ലാം ഒരു ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിരിക്കും കാര്യങ്ങളൊക്കെ. അവർ ഓൾറെഡി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ബാക്കിയുള്ളവരൊക്കെ ഇനിയും എത്ര പേരെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിപ്പോൾ എന്താണെങ്കിലും ഒരു റൂട്ട് മാപ്പ് എന്താണെങ്കിലും കാണും. ഒരു രോഗിക്ക് റൂട്ട് മാപ്പ്, അയാൾ കോണ്ടാക്റ്റിലുള്ള ആളുകളുണ്ടാവും. മനസ്സിലായോ? വീട്ടിലൊക്കെ കുട്ടിയും കുട്ടികളും കുടുംബം എല്ലാവരും ഉണ്ടല്ലോ. ഇയാൾ കോണ്ടാക്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര സ്ഥലങ്ങൾ കാണുമെന്ന് അറിയില്ലല്ലോ. ശ്രദ്ധിക്കുക എന്നല്ലാതെ ഒന്നും പറയാനില്ല. അവസ്ഥയാണ്.